ഓക്കെ ബൈ. ഇതാണ് എൻ്റെ മമ്മി ആത്മാവിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓടി നടക്കുന്നൊരു വൈറൽ പാക്ക് ആയിട്ടോ. ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇത് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താ വെച്ചാൽ കാപ്പിപ്പൊടി അതുപോലെ തന്നെ തൈര് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നാരങ്ങൻ്റെ നീരോ തക്കാളിൻ്റെ നീരൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാനതൊന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ 7 days കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ റിസൾട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അടുത്ത വീഡിയോയിലെങ്ങാനും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ യൂസ് ചെയ്തൊക്കെ. ഈ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാത്തതുണ്ടാവുമല്ലോ, ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണ്ടേ, ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണ്ടേ ഗൈസ്. ഒരു 20 മിനിറ്റൊക്കെ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കേക്ക് കളയാം. ഞാൻ കേക്ക് കളഞ്ഞു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമുക്ക് കുക്കിംഗ് ഒന്നും വേണ്ട, കാരണം എൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാണ്ട്. അപ്പോൾ രാവിലെ തന്നെ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പണി നടക്കട്ടെ വിചാരിച്ച് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൽ നിന്നിട്ട് പഴയ ഉണങ്ങി കിടക്കുന്ന ഉള്ളി കിട്ടി, തേങ്ങ പിന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടോ. അപ്പോഴേക്കും ഉച്ച ഉണ്ടായിന്, നമ്മൾ വേഗം മാറ്റി എറിഞ്ഞിട്ടുണ്ടായി കേട്ടോ. നമ്മൾ നേരെ വൈകിയാൽ പോകുമ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിമ്മലാട്ടോ പോകുന്നത്. ഞാനും കക്കിയും ഹാലിമും കൂടി ഞങ്ങൾ 4 ആളും കൂടെ പോണേ. അവിടുത്തെ ഇപ്പം എൻ്റെ വായിച്ചും വെച്ചൊക്കെ വന്നിട്ടുണ്ടായി കേട്ടോ. നമ്മളെ ബർത്ത്ഡേ ബോയ് അവിടെ നല്ല ഉറക്കത്തിലായിട്ട് ചെയ്യും. ബർത്ത്ഡേ ബോയ് ആയില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് കുത്തി എണീപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് മാറ്റി കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കി കൊടുത്തിട്ടോ. ഒന്നും കൂടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോകാം കേട്ടോ. അവിടെ ചെറുതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ. അടിപൊളിയായിരുന്നേ. ഓലെ താത്തന്നെ മോൻ തന്നെ കേട്ടോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത്. ഇതാ ഒന്ന് നോക്കുന്നത് എന്താ ഇപ്പോൾ അവിടെ നടക്കണേ, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ചിരിക്കുന്ന പോലും ഇല്ല കേട്ടോ. ചെക്കന് മൊത്തത്തിൽ ഞാൻ നിരീക്ഷിക്കുക, ഇവിടെ എന്തെല്ലാം കോപ്പം നടക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ അപ്പോഴത്തെ നമ്മളെ കേക്ക് എത്തിയിട്ടുണ്ടായി കേട്ടോ. നമ്മളെ കേക്ക് വന്നു. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കേക്ക് തിന്നില്ല. കേക്ക് നോണ പൊട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ തിന്നില്ല. കണ്ടോ, ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. എന്താണ് ഫുഡ്. നമ്മളെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ട് കേട്ടോ. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ അടിപൊളിയായിരുന്നു. അവിടുത്തെ ഓലുണ്ടാക്കുന്ന ഫുഡ് തന്നെ വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എന്താ, ഫെമി വീട്ടിൽ വരുമ്പം ഓള് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കും. ഈ മോമോസ്, പിസ്സ അങ്ങനത്തെ ഒക്കെ ഓള് ഉണ്ടാക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം കാക ഷോപ്പിൽ പോകേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തോന്നുന്നില്ല. ഫസ്റ്റ് ഈ ട്രിപ്പ് തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ നമ്മൾ വംശേരി എത്തിയപ്പോൾ സോഡയിൽ സുർക്ക വെച്ചിട്ട് കുടിക്കാമല്ലോ. ഈ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുഴങ്ങൊക്കെ എവിടെ നിന്നെങ്കിലും വരുമ്പോൾ അത് കുടിച്ച് നോക്കണം. അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ.